പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം എല്ലാ സത്യങ്ങളും വേദയുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്. കല്യാണത്തിന്റെ തലേ ദിവസം തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനും നിന്റെ ഏട്ടനും കൂടിയിട്ട് ആളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. നിന്റെ ഏട്ടനും അമ്മായച്ഛനും കൂടിയിട്ടാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതെന്നൊക്കെ പറയായിരിക്കട്ടെ വിക്രം. വിക്രത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന്റെ വേദ ഒരു ഞെട്ടലോട് കൂടെ ആയിരിക്കട്ടെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ആ സമയത്തിന്റെ വിക്രം പറയുന്നുണ്ട്, ഈ ഒരു കല്യാണം നടത്താൻ കാരണം നിന്റെ മുത്തശ്ശിയും അമ്മയും കൂടി ചേർന്നിട്ടാണ്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഈ ഒരു കല്യാണം നടക്കുന്നത് നിന്റെ അച്ഛനും ഏട്ടനൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും ചതി കാണുമെന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമാവാണ്. വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഇതിന്റെ പുറകിൽ ഒരിക്കലും എൻ്റെ അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഒരു നീച പ്രവൃത്തി ചെയ്യാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ പറയും. ഒരിക്കലും എൻ്റെ ഭർത്താവായിട്ടുള്ള വിക്രമിനെ അപായപ്പെടുത്താൻ എൻ്റെ അച്ഛൻ ശ്രമിക്കില്ല. അത് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. ശ്രീയേട്ടൻ ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും കാണിക്കുക എന്നല്ലാതെ വിക്രമിനെ കൊല്ലാൻ ഒരിക്കലും എൻ്റെ വീട്ടുകാരും ശ്രമിക്കില്ല എന്ന് തന്നെ വേദ ഉറപ്പിച്ചു പറയും. സുഖമില്ലാതെ കിടക്കുന്ന എൻ്റെ അച്ഛനെ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയേണ്ടെന്ന് വേദ പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു നീ ഒരിക്കലും ഈ ഒരു കാര്യം വിശ്വസിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അടുത്ത് ഇതെല്ലാം ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ നീ ഇപ്പോഴും നിന്റെ വീട്ടുകാരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക. ആയിക്കോളൂ, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് തന്നെയാ സത്യം. ഇനി ഏതായാലും ന്യായീകരിക്കാനൊന്നും ഞാനില്ല. ഏതായാലും വേദാള പോയി കിടന്നുറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വേദയെ അവിടെ നിന്നങ്ങ് പറഞ്ഞയക്കാൻ നോക്കാട്ടോ വിക്രം. എന്നാൽ വേദ അവിടെ നിന്ന് പോവാതെ അവിടെ തന്നെ നിൽക്കുമായിരിക്കും. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അന്ന് നിങ്ങളെ കാണാതായ ദിവസം അന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതിനെ പറ്റിയിട്ടൊന്നും ഞാനൊന്നും പറയുന്നില്ല. എനിക്കുറക്കം വരുന്നു, എനിക്കുറങ്ങണമെന്നൊക്കെ പറഞ്ഞ് വിക്രം അതിനെ പറ്റിയിട്ടൊന്നും പറയാതെ അവിടെ എങ്ങ് കിടക്കുമായിരിക്കും. ആ സമയത്തിന് വേദ വീണ്ടും പറഞ്ഞിട്ട്, എനിക്കതിനെ പറ്റിയിട്ട് അറിയണം. അന്ന് എന്താണ് നടന്നത് എന്നതിനെ പറ്റിയിട്ട് എനിക്കറിയണം. ഞാൻ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തും. എന്തായാലും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തെളിയിക്കും, ഒരിക്കലും എൻ്റെ അച്ഛനല്ല ഇതിന് പിന്നിലെന്ന്. അന്നേരം വിക്രം ദേഷ്യത്തോടു കൂടെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ അങ്ങ് തെളിയിച്ച് കാണിക്ക്. ഏതായാലും എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ കിടക്കുമായിരിക്കും. അന്നേരം വേദ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷം ആ ദിവസമാണ് ഇന്ന് എന്നൊക്കെ പറയും. അന്നേരം വിക്രം കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അയ്യേ ഇന്ന് നമ്മുടെ താലി കെട്ടൊന്നും അല്ലായിരുന്നു, നീ നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് ദേഷ്യം വന്നിട്ട് ആ താലി തട്ടങ്ങ് തട്ടിത്തെറിപ്പിച്ച സമയത്തിന് അറിയാതെ ആ താലിമാല നിന്റെ കഴുത്തിൽ വന്ന് വീണതാന്ന് പറയും. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ നിങ്ങൾ ഇനി കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട. എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്ക് എന്നോട് ഒരുപാടധികം ഇഷ്ടമുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമില്ലാത്തത് എന്ന കാര്യം മാത്രമേ എനിക്കറിയാത്തതുള്ളൂ. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ നിങ്ങളുടെ വരച്ച വരയിൽ നിർത്തുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചത് എന്നൊക്കെ ചോദിക്കും. അല്ലാതെ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. അതിന് മാത്രം അത്രമാത്രം സൗന്ദര്യം ഞാനുണ്ട് എന്നൊക്കെ പറയായിരിക്കട്ടെ വേദ. അത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരെ, ഓ കണ്ടേച്ചാലും മതി, കണ്ട ആരും അങ്ങ് ഇഷ്ടപ്പെട്ടു പോവും. എടി നീ പോയിട്ടൊന്ന് കണ്ണാടിൻ്റെ മുന്നിൽ പുച്ചെന്ന് നോക്ക്. അപ്പം തന്നെ നിന്റെ കോലം എന്താണെന്ന് നിനക്ക് തന്നെ സ്വയം അങ്ങ് ബോധ്യപ്പെടും. അന്നേരം വേദ നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എനിക്കെന്താ കുഴപ്പം, എന്നെ കാണാൻ നല്ല സൗന്ദര്യമില്ലേ? അതെ നിങ്ങൾക്ക് എന്നെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കാണണം. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അയ്യോ പിന്നെ എനിക്ക് ഏതായാലും ഈ വേതാളത്തിൻ്റെ ഭാഗ്യം വേണ്ട. മിണ്ടാതെ കടന്നുറങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയും. മര്യാദക്ക് മിണ്ടാതെ കിടന്നുറങ്ങടി വേതാളം എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ കിടക്കുന്ന സമയത്തിന് വേദക്ക് ഉറക്കം പോലും വരാതെ വിക്രം പറഞ്ഞതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷനാവുകയാണ്. ഒരു പക്ഷേ തൻ്റെ ഏട്ടനും അച്ഛനും ചേർന്നിട്ട് തന്നെയായിരിക്കും വിക്രത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നതിനെ പറ്റിയിട്ടായിരിക്കും വേദ ചിന്തിക്കുന്നത്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ ഏതെല്ലാം കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്തിന് കമലാമ്മ ചോദിക്കുന്നുണ്ട്, വിക്രം എഴുന്നേറ്റോ മോളെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ഇല്ലമ്മേ വിക്രം നല്ല ഉറക്കത്തിലാണെന്ന് പറയും. അന്നേരം കമലാമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോൾ ഇനി മുതൽ വിക്രത്തിൻ്റെ കാര്യം കുറച്ചും കൂടി ശ്രദ്ധിക്കണം, അവൻ്റെ ഈ ശീലങ്ങളൊക്കെ മോളായിട്ട് മാറ്റിയെടുക്കണമെന്ന് പറയും. അന്നേരം വേദ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ, വിക്രം ഇനി മുതൽ മാറാൻ പോവുക, അല്ലെങ്കിൽ പിന്നെ ഈ വേദ മാറ്റിയെടുക്കുമെന്നൊക്കെ പറയും. അങ്ങനെ വിക്രത്തിനുള്ള ചായ കിച്ചണിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ വേദ നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്തിന് വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. വിക്രം ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നതും കണ്ടുകൊണ്ട് തന്നെ വേദക്കൊരു കുസൃതി ഒപ്പിക്കാൻ തോന്നുകയാണ്. വായം പൊളിച്ച് കിടന്നുറങ്ങുന്ന വിക്രത്തിൻ്റെ ചുണ്ടിലേക്ക് ഒരു കൽക്കണ്ട നൂല് കെട്ടി തൂക്കിക്കൊണ്ട് തന്നെ വേദ അതിങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്തിന് വിക്രം ഉറക്കത്തിലാണെങ്കിലും ആ ഒരു കൽക്കണ്ട അങ്ങനെ നുണയുന്നുണ്ട്. അതിങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നവരും വിക്രം അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ തല പൊക്കും. വീണ്ടും താഴ്ത്തുന്ന സമയത്തിന് വീണ്ടും തല പൊക്കും. അങ്ങനെ വിക്രത്തിനെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കാട്ടെ വേദ. ഇതെല്ലാം കണ്ട് വേദ ഇങ്ങനെ ചിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കും വിക്രം ഉറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. വേദ പെട്ടെന്ന് ആ നൂല് വലിക്കുന്നതോടുകൂടി തന്നെ വിക്രം അങ്ങ് വീഴാൻ പോകും. ഏതായാലും വേദക്കങ്ങ് ചിരി വന്ന് വേദ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. വേദ പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നോക്കിയിരിക്കാൻ, നിങ്ങൾ വെറും ഒരു കുട്ടിയെ പോലെ. നിങ്ങളിങ്ങനെ ഉറക്കത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോലും അറിയില്ല. എന്താണെങ്കിലും നിങ്ങളുടെ കുസൃതി കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്നിങ്ങനെ വേദ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും.
വേദയുടെ കുസൃതിയെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന് മാത്രമല്ല ടേബിളിൽ ഇരിക്കുന്ന ആ ഒരു ജഗ്ഗിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ ഒരു ജഗ്ഗിലെ വെള്ളം നേരെ വേദയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ നോക്കുന്ന സമയത്തിന് വേദ ഇങ്ങനെ അയ്യോ ഒഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മുഖം പൊത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയുടെ മേലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കും. വേദ ആകെ ഇങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുമായിരിക്കും. അങ്ങനെ വേദ ആകെങ്ങനെ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന സമയത്തിന് ഒരു നിമിഷത്തേക്കാണെങ്കിലും സ്വയം മറന്നുകൊണ്ട് തന്നെ വിക്രം വേദയെ ഇങ്ങനെ കണ്ണുമെവട്ടാതെ നോക്കി നിൽക്കുമായിരിക്കും. എന്നാൽ തന്നെ ആകെ നനഞ്ഞു കുളിപ്പിച്ചിരിക്കുന്ന വിക്രത്തിനെ കാണുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിനും പേടിയാവും. വേദക്കങ്ങ് ദേഷ്യം വന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്തിന് അവിടെ ഒരു വടി ഇരിക്കുന്നതായിട്ട് കാണും. എന്നിട്ട് ആ ഒരു വടി കൊണ്ട് വിക്രത്തിനെ അടിക്കാൻ ചെല്ലുന്ന സമയത്തിന് ആ ഒരു ജഗ്ഗ് കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തായിരിക്കട്ടെ വിക്രം. വേദ വന്ന് ചോദിക്കുന്നുണ്ട്, ആഹാ നിങ്ങൾ എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചില്ലേ, നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിക്രത്തിനെ അടിക്കാൻ കയ്യോങ്ങാണ്. വേദ ദേഷ്യത്തോട് തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും കണ്ടുകൊണ്ട് തന്നെ വിക്രം ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വേദ തൻ്റെ കയ്യിലുള്ള ആ ഒരു മരക്കഷ്ണം താഴേക്കങ്ങിടും. അതിനുശേഷം വിക്രത്തിൻ്റെ കയ്യിലുള്ള ആ ഒരു ജഗ്ഗ് വാങ്ങിച്ചുകൊണ്ട് തന്നെ അവിടെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ വിക്രം വളരെ റൊമാൻറ്റിക്കായി തന്നെ ആയിരിക്കും വേദയെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കുന്നത്. കുറച്ചു നേരം വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വിക്രത്തിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയം പയ്യെ ഇങ്ങനെ പുറത്തേക്ക് വരും. വേദയെ ഒരുപാടധികം ഇഷ്ടത്തോടെ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ ആ ഒരു ജഗ്ഗിൽ ബാക്കിയിരിക്കുന്ന വെള്ളം എടുത്തിട്ട് വിക്രത്തിൻ്റെ തലയിലേക്കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അന്നേരം വിക്രത്തിനങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു തോർത്തുമുണ്ടെടുത്തിട്ട് തലയൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നതിന് എന്തിനാണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, പോയി ഡ്രസ്സ് മാറ്റി വാ എന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് ദേ കണ്ടില്ലേ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെല്ലുവിളി പോലെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നും പോകുന്നത്. വേദ പോകുന്ന സമയത്ത് വളരെയധികം ഇഷ്ടത്തോടെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും വിക്രം. വേദ ഏതായാലും റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും കണ്ടുകൊണ്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നാൽ വേദ ആകെ വെള്ളത്തിൽ ഇങ്ങനെ നനഞ്ഞു കുളിച്ചത് നിൽക്കുന്നതും കണ്ടു തന്നെ നന്ദിനി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ദേഹമാസകൽ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ നാണത്തോടെ അങ്ങ് ചിരിക്കും. എന്നിട്ട് പറഞ്ഞിട്ട് അയ്യേ അതൊക്കെ ഞാൻ എങ്ങനെയാ നന്ദിനി ഏട്ടത്തിയോട് പറയാം, ഷോ അതൊക്കെ വിക്രം എന്നോട് കുസൃതി കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് നാണത്തോട് ചിരിച്ചുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നും പോകുന്നത്. എന്നാൽ വേദ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നന്ദിനി ഇങ്ങനെ കണ്ണുമ വെട്ടാതെ വേദയെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമായിരിക്കും. വേദയുടെ പുറകെ തന്നെ ഡ്രസ്സെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു തോർത്തുമുണ്ടും പിടിച്ചുകൊണ്ട് തന്നെ വിക്രം അതിന്റെ പുറകെ പോകുന്നത് കാണുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരും. വേദ ഏതായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം വിക്രത്തിന്റെ മുറിയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുമായിരിക്കും. ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ വിക്രം അകത്തേക്ക് വരുന്നത്. വിക്രം വന്ന് ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ എൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുന്നത്, അതെ നീ എൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട, എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് തരാൻ എനിക്കിവിടെ അമ്മയുണ്ട് എന്ന് പറയും. നീ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ, അതെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം, നിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് അതെ അതൊക്കെ പണ്ട്, ഇപ്പോൾ ഈ വിക്രമാദിത്യൻ്റെ ഭാര്യയാണ് ഞാൻ, നിങ്ങളെ കാര്യങ്ങളൊക്കെ ഇനി മുതൽ ചെയ്തു തരേണ്ടത് എൻ്റെ കടമയാണ്, അതെൻ്റെ അവകാശം കൂടിയാണ്. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പോലും എനിക്കാണ്. അല്ലെങ്കിലും ഞാൻ എന്തിനാ അത് വീണ്ടും വീണ്ടും നിങ്ങളോടിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, ലോകത്തിൽ ഒരു ഭർത്താവും ചെയ്യാത്തതുപോലെ നിങ്ങൾ എന്നെ ഒരു 4-5 തവണ കെട്ടിയിട്ട് പോലും ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഭാര്യയായിട്ടില്ലേടോ. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അതെ നിങ്ങൾ ഈ പറയുന്നത് മറ്റാരെങ്കിലും കേട്ടാലുണ്ടല്ലോ അത് നിങ്ങളുടെ കരണം തന്നെയായിരിക്കും അടിച്ചു പൊട്ടിക്കുന്നത്. ഈ വേതാളത്തിന്റെ ശരിക്കുമുള്ള കളികൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ വിക്രു എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് വിക്രം അമ്പരപ്പോടുകൂടി വേദയെ തന്നെ ഇങ്ങനെ നോക്കുക. ഡി അങ്ങോട്ട് മാറി നിൽക്കടി, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വേദയുടെ കൈ പിടിച്ചങ്ങ് വലിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ എൻ്റെ കടമയാണ്. ഒരാൾ സ്നേഹത്തോടു കൂടി എന്തെങ്കിലും ചെയ്തു തരിക എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ വെട്ടുപോത്തിന് സ്വഭാവമായി നിന്നാൽ എങ്ങനെ കാര്യം നടക്കാന്നൊക്കെ ചോദിക്കും. അന്നേരം വിക്രം വേദയുടെ കയ്യിൽ നിന്നും ആ ഒരു ഷർട്ടും പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ നീ ഒന്നും ചെയ്യണ്ട, ആ മാറി നിൽക്ക് അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താട്ടോ വിക്രം. വിക്രം ഇനി തന്നെ എത്രമാത്രം അകറ്റിയാലും വിക്രമിന്റെ മനസ്സിൽ തന്നോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് എന്നൊക്കെ വേദ മനസ്സിലാക്കുന്ന ഒരു അടിപൊളി കിടിലൻ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.